സെപ്റ്റംബർ 28 ഇന്ന് നടന്ന എക്സാം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സാം എന്ന് പറയുന്നത് ഏതൊക്കെ ജില്ലകൾക്ക് വേണ്ടി നടത്തിയതാണ്? കോഴിക്കോടിനും കോട്ടയത്തിനും വേണ്ടി കേരള PSC നടത്തിയ LDCയുടെ മെയിൻ എക്സാം ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 100 ചോദ്യങ്ങൾ ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് കാണാൻ പോകുന്നത്. ആദ്യ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? കുളച്ചൽ യുദ്ധം 1748 നടന്നു. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പോ ആൻസേഴ്സ് നമ്മൾ നോക്കുന്നു. എന്താണ് ആൻസർ? നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇവിടെ കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. ശരിയാണ് ചോദിച്ചത്. ഒന്നുള്ള ആൻസേഴ്സ് വെട്ടിക്കള, ഒന്നുള്ളത് നമ്മൾ വെട്ടി. അപ്പോ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോയി. 1, 2, 4 ആണോ 2, 3, 4 ആണോ എന്നാണ് അറിയേണ്ടത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം 2 നമ്മൾ സത്യം പറഞ്ഞാൽ വായിക്കേണ്ട കാര്യമില്ല, അത് ശരിയാണെന്ന് 2 ഓപ്ഷനിൽ നിന്ന് വ്യക്തമാണ്. മാർത്താണ്ഡവർമ്മയുടെ സൈന്യമാണ് ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തിയത്, ശരിയാണ്. കേരളത്തില് ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരാണോ? അല്ല. കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയ വിദേശ ശക്തി ആര് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരുമാണ്. അപ്പൊ 3 എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തി. 4 രണ്ടിടത്തും ഉണ്ട്, രണ്ടിടത്തും 3 ഉണ്ട്, രണ്ടിടത്ത് 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ 2 4 നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. 3 ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഇതെല്ലാവർക്കും അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ, സി ശങ്കരൻ നായർ. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? 1896 അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം അധ്യക്ഷത വഹിച്ചത്. അപ്പൊ ഇതും എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണിത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇനി APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ്. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. മിസൈൽ മാനാണ്, 11ാമത്തെ രാഷ്ട്രപതിയാണ്. ഇത് രണ്ടും ശരിയാണ്. രാമേശ്വരത്താണ് ജനിച്ചത്, തമിഴ്നാട്ടില്. അപ്പൊ ഇത് തെറ്റാണ്. അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനമാണ്. അപ്പോ അഗ്നി ചിറകുകൾ ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ ഇതിനകത്ത് തെറ്റാണ് ചോദിച്ചത്. തെറ്റ് ഏതൊക്കെ? അപ്പോ ഉത്തരം 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരാണ്? നാട്ടുരാജ്യ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് VP മേനോനാണ്. ആൻസർ VP മേനോൻ. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ. ആൻസർ റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് റൂസോ. കേരളത്തില് ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തില് ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? നമ്മുടെ ആൻസർ അഡ്വക്കേറ്റ് രാജനാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജനാണ്, കെ രാജൻ. അപ്പോ കേരളത്തില് മന്ത്രിമാരെ 2-3 പേരെങ്കിലും നമ്മൾ കൃത്യമായി എല്ലാ മന്ത്രിമാരെയും നമ്മൾ
പഠിച്ചിരിക്കണം. അപ്പോൾ മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി കേരളത്തില് ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ. വിദ്യാഭ്യാസ വകുപ്പ് ആരാണ്? രവീന്ദ്രൻ. ഉന്നത വിദ്യാഭ്യാസം ആരാണ്? ബിന്ദു. അപ്പൊ ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള വകുപ്പുകൾ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. പ്രസ്താവന. സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദചരിവ് കൂടുതലായിരിക്കും. സമമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദചരിവ് കൂടുതലായിരിക്കും. ഇനി മധ്യരേഖ പ്രദേശങ്ങളിൽ ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസിസ് ബലം വർദ്ധിക്കും. കൊറിയോലിസിസ് ബലം വർദ്ധിക്കും. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? പ്രസ്താവന 2 ശരിയായിട്ടുള്ളത്. സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദചരിവ് കുറവായിരിക്കും. മർദ്ദചരിവ് കൂടുതൽ എന്നാണ് പറഞ്ഞത്. ഇനി മർദ്ദരേഖ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്നു. ഉത്തര ധ്രുവമോ ദക്ഷിണ ധ്രുവമോ ആകാം. 0 ഡിഗ്രിയാണ്, മറ്റേത് 90 ഡിഗ്രിയാണ്. അപ്പൊ കൊറിയോലിസിസ് ബലം വർദ്ധിക്കും. ഇത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ്? തീവ്ര ഉപജീവന കൃഷി, മാറ്റകൃഷി, പ്രാചീന ഉപജീവന കൃഷി ഇവയൊന്നുമല്ല. ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. സ്കൂൾ ബുക്കിൽ നിന്നുള്ള ഒരു ചോദ്യം. തീവ്ര ഉപജീവന കൃഷിയാണ് ഇന്ത്യയിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. ഈ ഒരു ചോദ്യം അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത ഒരു ചോദ്യമാണ്. ആൻസർ മാസ്കെറിൻ ഹൈ. അപ്പൊ ഇതങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടെങ്കിലും ഈ ചോദ്യം പുതുതായി PSC ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അപ്പൊ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമുദ്രങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖലയാണ് മാസ്കെറിൻ ഹൈ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ്? അപ്പൊ ഉപദ്വീപീയ ഇന്ത്യൻ നദികള് 6 ഉണ്ട്. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഇതില് കിഴക്കോട്ടൊഴുകുന്നവ, പടിഞ്ഞാറോട്ടൊഴുകുന്നവ. നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട്, ബാക്കി 4 കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇങ്ങനൊരു വേർതിരിക്കുന്ന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. ആൻസർ ഇങ്ങനെ വേർതിരിക്കുന്നതാണ് പശ്ചിമഘട്ടം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്താണ്? ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന. വലനം, ഫോൾഡിംഗ് കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര. താരതമ്യേന പ്രായം കുറവാണ്. സംയോജക സീമയിൽ രൂപം കൊണ്ടു. ഇവയൊന്നുമല്ല. അപ്പൊ ഇത് ഫോൾഡിംഗ്, വലനം കാരണമാണ്. മടക്ക് പർവ്വതമാണ് ശരി. പ്രായം വളരെ കുറവാണ്. ഹിമത്തിന്റെ ആലയമാണ് മഞ്ഞിന്റെ വീട് എന്നാണ് അർത്ഥം. അപ്പോ പ്രായം കുറവാണ്, എന്നാൽ വലിയ പർവ്വത നിരയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണ്. മടക്ക് പർവ്വതമാണ്. ആൽപ്സും ഒക്കെ മടക്ക് പർവ്വതമാണ്. സംയോജക സീമയിൽ രൂപം കൊണ്ടതാണ്. ഇങ്ങനെ സംയോജക സീമയിലാണിത് സംയോജിച്ച് രൂപം കൊണ്ടതാണ്. വിയോജക സീമയുണ്ട്, സംയോജക സീമയുണ്ട്. അപ്പൊ ഇങ്ങനെ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ടാണ് രൂപപ്പെട്ടത്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇവയിൽ തെറ്റായത് ഒന്നും തന്നെ ഇല്ല, ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഉത്തരം. ഹിമാലയത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാദ്രിയിലാണ്. 8848.86 മീറ്ററാണ്.
സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അപ്പോ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. അപ്പോ സർവേ ഓഫ് ഇന്ത്യ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളുടെ ഉത്തരം എന്താണ്? ആൻസർ 4 പേരുകൾ കാണുന്നു. ഇതിനകത്ത് ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമൊക്കെയാണ് എല്ലാവരും എപ്പോഴും പഠിച്ചു വെക്കുന്നത്. ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലാണ് എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് CS മീനാക്ഷിയാണ്. CS മീനാക്ഷി. ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം. ആൻസർ CS മീനാക്ഷി. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. അപ്പൊ ഇതിനകത്ത് ഹരിത വിപ്ലവം ധനികരും ദരിദ്രരും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വലുതാക്കി. കാരണം പാവപ്പെട്ടവർക്ക് വലിയ മെഷീൻസ് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല, രാസവളങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി പണക്കാരായിട്ടുള്ളവർക്ക് ഇതൊക്കെ വാങ്ങിക്കാനും ഇതൊക്കെ ഉപയോഗിക്കാനും ഒക്കെ അറിയാമായിരുന്നു. അവർ കൂടുതൽ ലാഭം കൊയ്തു. മറ്റവരത് ഉപയോഗിക്കാതെ പരമ്പരാഗത രീതിയിൽ കൃഷി തുടർന്നത് കൊണ്ട് ലാഭം ഉണ്ടായില്ല. അങ്ങനെ വർധനവുണ്ടായി. ഇവർ തമ്മിലുള്ള ഒരു വിടവ് വർദ്ധിച്ചു. ഇതൊരു ദോഷമാണ്. പക്ഷെ ഇതിനകത്ത് ശരി ഏതെന്നേ ചോദിച്ചിട്ടുള്ളൂ. ദോഷമായാലും ഗുണമായാലും ശരി മാത്രം എഴുതിയാൽ മതി. ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത വിള ഗോതമ്പാണ്. പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടും. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തില് ഇന്ത്യ സ്വയം പര്യാപ്തത നേടുന്നു. നമുക്ക് ബാക്കിയൊക്കെ ഭക്ഷണമായി. ദരിദ്ര രാജ്യമായ ഇന്ത്യ ഭക്ഷണം സേവ് ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. അടുത്ത ചോദ്യം, ഇതിനകത്ത് 1ഉം 2ഉം ശരിയാണെന്ന് മനസ്സിലായാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ 1ഉം 3ഉം ശരിയാണ് എന്ന് അറിയാമെങ്കിൽ തന്നെ ഉത്തരം 1ഉം 3ഉം ഉള്ള വേറൊരു ഓപ്ഷൻ ഇല്ല. പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏതെങ്കിലും 1ഓ 2ഓ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 മാർച്ച് 15. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം 95. അപ്പോ WTOയുടെ മുൻകാല പേര് ഗാട്ട്. ജനീവ സ്വിറ്റ്സർലൻഡിലാണ് ആസ്ഥാനം. ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എന്താണ്? ലോക ബാങ്ക്, വേൾഡ് ബാങ്ക്, IBRD. അപ്പോ ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എന്താണ്? നമ്മുടെ ആൻസർ IBRD എന്താണ്? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് IBRD, ലോക ബാങ്കിന്റെ മറ്റൊരു പേര്. ഇന്ത്യൻ മോണിറ്ററി ഫണ്ടാണ് IMF. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് RBI. നബാർഡ് ഗ്രാമീണ വികസനത്തിനും അതുപോലെ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ളതാണ് നബാർഡ്. 1982 ജൂലൈയിലാണ് നിലവിൽ വന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ബാങ്കാണ്, കേന്ദ്ര ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്കാണ്. മുംബൈയിലാണ് ആസ്ഥാനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ ഏതാണ്? ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. ഇപ്പൊ ഗൾഫ് യുദ്ധം, എന്തുകൊണ്ട് 91 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി? ഗൾഫ് യുദ്ധം നടന്നു. വിദേശ നാണയം വളരെ കുറഞ്ഞു. ഒരാഴ്ചക്ക് പോലും നാണയമില്ലാതെയായി. ഉയർന്ന ഫിസ്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില വർദ്ധിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാ? ശക്തി
ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിലവിലെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. ഇനി ഭരണഘടനാ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആമുഖം തുടങ്ങുന്നു. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ? ഞങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് പ്രിയാമ്പിൾ ആമുഖം തുടങ്ങുന്നത്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ആമുഖത്തിന്റെ മറ്റൊരു പേരെന്തെന്നാണ്? പ്രിയാമ്പിൾ. ആമുഖം അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ 13-നാണ്. ലക്ഷ്യപ്രഖ്യാപന പ്രമേയത്തിലാണ്. ഇത് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലാണ് ആദ്യമായി അവതരിപ്പിച്ചത്. ഇനി ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പൊ ഞങ്ങൾ ഭാരത ജനങ്ങൾ, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. അപ്പൊ ഇതിനകത്ത് ഏത് നമ്മൾ എഴുതും? രണ്ടും ഒന്നല്ലേ? ഒന്ന് ഞങ്ങൾ ഭാരത ജനങ്ങൾ, മറ്റൊന്ന് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പൊ ഇത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് ശരിയെന്നങ്ങ് പറഞ്ഞേനെ. ഭാരതം ഇന്ത്യ ആണ് അല്ലെ? പക്ഷെ ഇവിടെ ഇതിനകത്ത് ഏതാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് അറിയണം. അപ്പൊ ഇതാണ് ശരി. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ്. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. സാമൂഹികമായിട്ട്, രാഷ്ട്രീയമായിട്ട് സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 2, 3. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താ? മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അമേരിക്കൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ ശരിയാണ്. നിർദ്ദേശ തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡ് നിർദ്ദേശക തത്വങ്ങൾ, ഐറിഷ് ശരിയാണ്. അപ്പൊ 1, 2ഉം ശരിയാണെങ്കിൽ ഇനി നമുക്ക് 3ഉം കൂടെ അറിയണം. ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ 1ഉം 2ഉമാണ് ശരി. ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തത്. റിപ്പബ്ലിക്, സമത്വം എന്ന ആശയം കടമെടുത്തത്. റിട്ട് എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നാണ്. ഇനി റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താ? എത്ര റിട്ടുകളുണ്ട്? 5. എല്ലാം ഏത് പദങ്ങളാണ്? ലാറ്റിൻ ഭാഷയാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. അതല്ല, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉണ്ട് എന്നറിയാം. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതിക്കുണ്ടോ? ഇല്ല. അപ്പൊ ഓപ്ഷൻ 1 ഓൺലി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. 1 ഓൺലി. സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം 32 ആർട്ടിക്കിൾ. ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം 226 ആർട്ടിക്കിൾ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താ? കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ശുപാർശയല്ല, ശുപാർശയാണ് അല്ലെ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. കമ്മീഷന് ശിക്ഷ അങ്ങ് വിധിക്കാൻ പറ്റത്തില്ല. അത് കോടതിക്കാണ് അവകാശം. ശിക്ഷ വിധിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. ഗവൺമെന്റിന്റെ അടുത്ത് പറയാം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു അവകാശമുണ്ട്. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് പറയും. അല്ലാണ്ട് ശിക്ഷയൊന്നും വിധിക്കാൻ പറ്റത്തില്ല. ഇനി മനുഷ്യാവകാശ പ്രവർത്തനം നടന്നു, മനുഷ്യാവകാശത്തെ ഹനിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പരാതി ഇല്ലാതെ തന്നെ നമ്മുടെ കമ്മീഷന് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യാം. നിർദ്ദേശ തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? നിർദ്ദേശ തത്വങ്ങൾ നീതിയുക്തമാണ്. മൗലിക അവകാശങ്ങൾക്ക് പുറമെ ഉള്ള ചില അവകാശങ്ങളാണ്. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നവയിൽ നീതിയുക്തമാണോ? നമുക്ക് കോടതിയിൽ പോയാൽ ഇത് സ്ഥാപിച്ചു കിട്ടുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നല്ലൊരു രാഷ്ട്രം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
മൗലിക അവകാശങ്ങൾക്ക് പുറമേയുള്ള ചില അവകാശങ്ങൾ, സമൂഹം കൈക്കൊള്ളേണ്ട ചില നല്ല ഉദ്ദേശങ്ങൾ, 2, 3 ശരി. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതാ? ഓപ്ഷൻ: ഏകപൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. അപ്പോ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദ്യം. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഏകപൗരത്വം നിർദ്ദേശക തത്വത്തിൽ പരാമർശിക്കുന്നതാണ്. ആർട്ടിക്കിൾ 44 എല്ലാവരും തുല്യമാകുന്നു. 48 ഗോവധം നിരോധനം. 40 ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ കുറെ നിയമങ്ങൾ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. യൂണിഫോം സിവിൽ കോഡൊക്കെ വരുന്നതാണ് 44. ഏക പൗരത്വമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് എന്നുള്ളത് ഓർക്കുക. ഇനി ഉത്തരം വരുന്നത് 1ഉം 2ഉം. അഖണ്ഡത എന്ന് പറയുന്ന ആമുഖത്തിൽ പരാമർശിക്കുന്നതാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജ് ആണ് തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. എന്താണ് ഉപരാഷ്ട്രപതി എന്ന് പറയുമ്പോൾ? രാഷ്ട്രപതി ഇല്ലെങ്കിൽ ആ സ്ഥാനം വഹിക്കേണ്ടത് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. 5 വർഷത്തേക്കാണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? 6 ആണോ? അല്ല. രാജ്യസഭയിലെ അംഗങ്ങളെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ 1 തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉത്തരത്തിലെത്തുകയാണ്. ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾക്ക് വോട്ടില്ല. ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലെ അംഗങ്ങളും രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഈ 2 പേരുമാണ് വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലെ അംഗങ്ങൾ, രാജ്യസഭയിലെ അംഗങ്ങൾ, സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇവർ വോട്ട് ചെയ്യുന്നു. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താണ്? ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതി. കീഴ്ക്കോടതി സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. അപ്പോ ഭരണഘടനയുടെ സംരക്ഷകനാണ്. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ഇതിൽ ആർക്കും ഡൗട്ട് കാണില്ല. 1ഉം 3ഉം എന്നുള്ളതിൽ ഡൗട്ട് ഇല്ല. ഇനി 2, കീഴ്ക്കോടതിയിലേക്ക് പോകുമ്പോൾ സിവിൽ കോടതിയുണ്ട്, ക്രിമിനൽ കോടതിയുണ്ട്. 2 സ്വഭാവം കേസുകൾ പരിഗണിക്കുന്നില്ലേ? അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെ? വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, കൃഷി. അപ്പൊ ഇവിടെ 1ഉം 2ഉമാണ്. വിദേശകാര്യവും പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫും കേന്ദ്ര ലിസ്റ്റിൽ പെട്ടതാണ്. 1 and 2. തദ്ദേശ സ്വയംഭരണം, കൃഷി ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റാണ്. പോലീസ്, മദ്യം, ചൂതുകളി, തദ്ദേശ സ്വയംഭരണം ഇതൊക്കെ നമ്മുടെ ഏതാണ്? സംസ്ഥാന ലിസ്റ്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയം. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയം. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. പൊതുജനാരോഗ്യം, തദ്ദേശ സ്വയംഭരണം, പോലീസ്, മദ്യം, ജയില്, കൃഷി ഇതൊക്കെ സംസ്ഥാന ലിസ്റ്റാണ്. ഇനി ലോട്ടറി, സെൻസസ്, ബാങ്ക്, ഇൻഷുറൻസ് ഇതൊക്കെ യൂണിയൻ ലിസ്റ്റാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിലാണ് വരുന്നത്, റെസിഡ്യുവൽ പവേഴ്സിലാണ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാ? 73ാം ഭേദഗതി ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറുഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. 73 നമ്മളുടെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. 74 നഗരപാലികയാണ്. ശരിയാണ്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. 32 നമ്മൾ ഇതിനകത്ത് പറഞ്ഞതാണ്. 32 സുപ്രീം കോടതി, 226 ഹൈക്കോടതി. അപ്പോ 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. ക്ലിയർ ആണ്. 1 തെറ്റാന്ന് അറിയാമെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക്, എലിമിനേഷൻ മെത്തേഡിലേക്ക് എത്താൻ പറ്റും. മറ്റൊന്നുള്ളത് വായിച്ചു പോലും നോക്കേണ്ട കാര്യം വരുന്നില്ല. ഇനി 31ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാ? ചെയർപേഴ്സൺ ശ്രീമതി പി സതീദേവി. ശരിയാണ്. സ്ത്രീകൾ ക്ഷേമം, സുരക്ഷിതത്വം ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്.
കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. ഏതെങ്കിലും കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. മനുഷ്യാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ ഒന്നുമില്ല. സ്വമേധയാ കേസ് എടുക്കാനും ഈ കേസുകളെ കുറിച്ച് കോടതികൾക്ക് ബോധ്യം നൽകാനും ഇങ്ങനൊക്കെ ചെയ്യൂ എന്നൊക്കെ പറയാക്കെ ചെയ്യാം. പക്ഷെ കോടതി തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ന്. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി സുരക്ഷിതത്വമൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. നമ്മുടെ ശരിയാ ചോദിച്ചത് 1ഉം 2ഉം ശരി. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കെ ഷാജഹാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക. അപ്പൊ ഇതില് 1 and 2, 2 and 3, 1 and 3 ഈ 1ഉം 3യുമാണ് ശരി. അതായത് ഷാജഹാൻ ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2 തെറ്റാണ് എന്ന് അറിയാവുന്ന ഒരാൾക്ക് ഉത്തരത്തിലെത്താം. എലിമിനേഷൻ മെത്തേഡ് വർക്കാകുന്നു. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. തുടക്കത്തിൽ 10 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 11 ഉണ്ട്. ശരിയാണ്. 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4A ആണ്, 51A ആണ്. ഇനി അടുത്ത ചോദ്യം, ഭരണഘടന 4A കർത്തവ്യങ്ങളെ ഉൾക്കൊള്ളിച്ചത്. 1, 2, 3 ശരിയാണ്. ഈ ചോദ്യം കൊല്ലത്തിന്റെ വന്ന ചോദ്യമാണ്. പക്ഷെ 51 പകരം വേറെ 11 പകരം 10 എന്നാണ് തോന്നുന്നു കൊടുത്തത്. എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ക്വസ്റ്റ്യൻ ഫൈനൽ കീയിൽ എലിമിനേറ്റ് ആയി. ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു. പക്ഷെ ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനൊക്കെ തന്നെ അവർ ഉദ്ദേശിച്ചത്. എന്തായാലും അത് കറക്റ്റ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആരാണ്? കോവിഡിനെതിരെ mRNA വാക്സിൻ വികസിപ്പിച്ചു. അപ്പോ ഇത് നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ നോബൽ പ്രൈസ് വിന്നർ ആണ്, കാറ്റലിൻ കാരിക്കോ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഒരുപാട് തവണ റിപ്പീറ്റ് ആയി ചോദിച്ചതാണ്. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, കാൽസിറ്റോണിൻ, പാരാതെർമോൺ, തൈമോസിൻ, തൈറോക്സിൻ, സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്. തൈമോസിൻ എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥി, യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. കുട്ടികളിൽ പ്രവർത്തിക്കും, വലിയവരിൽ നിൽക്കും. തൈറോക്സിൻ അയഡിന്റെ കുറവ്, അയഡിൻ അല്ലെ, തൈറോക്സിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ ഇതിനകത്ത് ഈ സി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, പരസ്പര വിരുദ്ധമാണ് ഈ സ്റ്റേറ്റ്മെന്റ്. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കൊറോണറി ധമനി കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുത്തും. നമ്മുടെ ആൻസർ, രക്തപ്രവാഹം കൊഴുപ്പ് അടിഞ്ഞിട്ട് തടസ്സപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷനില് ഹൃദയാഘാതം. ആൻസർ ഹൃദയാഘാതം. ലിവറുമായി ബന്ധപ്പെട്ടതാണ്. ഫാറ്റി ലിവർ നമ്മുടെ ലിവറിൽ അടിഞ്ഞുകൂടുകയാണ് ഓരോന്ന്. അമിത രക്തസമ്മർദ്ദം BP ആണ്, ബ്ലഡ് പ്രഷർ ആണ്. പക്ഷാഘാതം തളർന്നു പോവുകയാണ്. BP കൂടിയാൽ പക്ഷാഘാതം സംഭവിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ADCK കൊഴുപ്പിൽ ലയിക്കുന്നു. ജീവകം B3 അപര്യാപ്തത രോഗം പെല്ലഗ്ര. L ശരിയായ വളർച്ച. ജീവകം K സ്കർവി. അടക്കാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ADEK ആണ്. CB എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്നവയാണ്. സ്റ്റേറ്റ്മെന്റ് തെറ്റ്. L ശരിയായ വളർച്ചയ്ക്ക് വൈറ്റമിൻ D ആണ് ആവശ്യം. തെറ്റ്. കണ്ണിനാണ് A വേണ്ടത്. Kയുടെ കുറവ് മൂലമല്ല, Cയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. ഹീമോഫീലിയാണ് Kയുടെ അഭാവ രോഗം. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. B3 നിയാസിൻ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ B1 തയാമിൻ, B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ, B6 പെരിഡോക്സിൻ,
B9 ഫോളിക് ആസിഡ്, B12 സയനോ കൊബാലാമിൻ, B7 എന്ന് പറയുമ്പോൾ ബയോട്ടിൻ. ഇതിനെ എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്നു. വൈറ്റമിൻ H എന്ന് അറിയപ്പെടുന്നു. വൈറ്റമിൻ G എന്ന് വിളിക്കുന്നത് B2 ആണ്. മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഫൈലേറിയൻ വിരയം. എൻസൈമുകളില്ലാത്ത ദഹനരസം ഏതാണ്? എൻസൈമുകളില്ലാത്ത ദഹനരസമാണ് പിത്തരസം. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏതാ? ദൂരം ഡിസ്റ്റൻസ് മീറ്ററിൽ, കിലോമീറ്ററിൽ പ്രസ്താവിക്കുന്നുണ്ട്. ഇനി നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ് പ്രകാശവർഷം. പാർസക്കൊക്കെ ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. ക്യാൻഡില ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്? ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? പ്രകാശത്തിന്റെ പ്രകീർണനം, ഡിസ്പേർഷൻ ആണ് മഴവില്ലിന് കാരണം. വിബ്ജിയോർ എന്ന നിറം. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? ബൈ 1000 ആണ്, 0.810. ആദിത്യ L1 ഇന്ത്യയിൽ നിന്ന് ISROയുടെ സൂര്യനിലേക്കുള്ള ദൗത്യമാണ്. ഇത് ലഗ്രാഞ്ച് പോയിന്റ് 1ലേക്കാണ് പോയത്. സൂര്യനിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? 1.5 ദശലക്ഷം എന്നോ 15 ലക്ഷം എന്നോ നമുക്ക് പറയാം. ഇനി ഇത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തിന് 1% വരുന്നത്. PSLV C57 ആണ് ഇതിന്റെ വാഹനം. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2-നായിരുന്നു, 11 മണിക്കായിരുന്നു. അപ്പൊ ആദ്യത്തെ L1 സക്സസ് ആയി. ഇത് കൊറോണ, അതായത് സൂര്യന്റെ പുറമേയുള്ള പാളിയെ കൊറോണ എന്നാണ് വിളിക്കുന്നത്. സൂര്യന്റെ പുറമേയുള്ള പാളികളെ കുറിച്ച് മനസ്സിലാക്കാൻ, സൗരവാദങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, സൗര കൊടുങ്കാറ്റുകളെ കുറിച്ച് തിരിച്ചറിയാൻ ഒക്കെ വേണ്ടിയിട്ടാണ്. 7ഓളം പെലോഡുകൾ ഇതിനകത്തുണ്ട്. ആദിത്യ L1. L എന്ന് വെച്ചാൽ ലഗ്രാഞ്ച് പോയിന്റ്. ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം ഈക്വൽ ആകുന്ന പോയിന്റ്സ് ആണ് ഈ ലഗ്രാഞ്ച് പോയിന്റ്. ലഗ്രാഞ്ച് പോയിന്റിൽ വെച്ചിട്ടാണ് ഇത് വീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് ലഗ്രാഞ്ച് പോയിന്റ് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു തടസ്സവും ഇല്ലാതെ സൂര്യനെ ഡയറക്റ്റ് കാണാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലൂണാർ റോവറിന്റെ പേരെന്ത്? അപ്പോൾ ചന്ദ്രയാൻ 3 ദൗത്യം 2023 ജൂലൈ 18-നാണ് വിക്ഷേപിച്ചത്. ഓഗസ്റ്റ് 5-ന് ഇത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. ഓഗസ്റ്റ് 23-ന് ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നു. സൗത്ത് പോള്, ദക്ഷിണ പോളില് ഇറങ്ങുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു. ഇനി ശിവശക്തി പോയിന്റ്, തിരങ്ക്, ഇങ്ങനൊക്കെ കുറെ പോയിന്റുകൾക്കൊക്കെ പേരിട്ടു. റോവറിന്റെ പേര് പ്രഗ്യാൻ, ലാൻഡറിന്റെ പേര് വിക്രം. ഇന്ത്യ മനുഷ്യനെ എത്തിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ. എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? കേവല പൂജ്യം -273 ഡിഗ്രി സെൽഷ്യസിനെയാണ് കേവല പൂജ്യം എന്ന് പറയുന്നത്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേരെന്ത്? SP ആണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ 1ഉം 2ഉം ലോഹങ്ങളാണ്. പിന്നെ 3 മുതൽ 11 വരെ 12 വരെയൊക്കെ സംക്രമണ മൂലകങ്ങളാണ്. ഡി ബ്ലോക്ക് ആണ്. S ആണ് 1ഉം 2ഉം ലോഹങ്ങൾ. അലോഹങ്ങൾ പിന്നീട് 13 to 18 പോകുന്നത് വരെ, നമ്മുടെ ഉത്കൃഷ്ടവാതകം വരെ അലോഹങ്ങളിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? സ്ഥിരം ചോദ്യമാണ്, സ്കൂൾ ബുക്കിൽ ഉള്ളതാണ്. ഉത്തരം ഹൈഡ്രജൻ. സിമ്പിൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ട്. പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം ഏതാണ്? കാർബണിന്റെ രൂപാന്തരത്തെ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? ഡയമണ്ട് അറിയാം, ഗ്രാഫൈറ്റ് അറിയാം, കോക്ക് അറിയാം, ഫുള്ളറിൻ അറിയാം, അല്ലെ? ഗ്രഫീൻ അറിയാം. അമോർഫസ് കാർബണിൽ വരുന്നതാണ് കോക്ക്, കരി, അല്ലെ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊന്നും പുതിയതാണോ? അല്ല. എങ്കിൽ പിന്നെ ഇതായിരിക്കുമല്ലോ നാനോ ബഡുകൾ. അപ്പോ ബക്മിനിസ്റ്റർ, ഫുള്ളറിൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കാർബൺ നാനോ ബഡുകളാണ് ആൻസർ. ആൻസർ എന്താണ്? കാർബൺ നാനോ ബഡുകളാണ്. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്? നോബൽ പ്രൈസിന് 2 ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് കിട്ടി. വളരെ എളുപ്പത്തിൽ കിട്ടുമായിരുന്നു.
മൗങ്കി ജി ബാവന്തി, ലൂയിസ് ബ്രൗസ്, അലക്സി യെക്കിമോവ്. അപ്പോ മോനാണെങ്കിൽ ഈ ഒരു ബൂസ്റ്റ് അല്ലെ, ലൂസ് ആയിട്ടുള്ള ബൂസ്റ്റ് ഒക്കെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മോന്. അവൻ ഇതൊക്കെ കുടിച്ചാലോ മോന്തി അങ്ങ് കുടിക്കും, പക്ഷെ അങ്ങ് അലമ്പാക്കും, അവിടെ ഇവിടെയൊക്കെ മുഖത്തെല്ലാം ഇങ്ങനെ ഇരിക്കും, അലമ്പാക്കും. മോന് ബൂസ്റ്റ് കുടിക്കുന്ന ഇഷ്ടമാണ്, അവൻ അലമ്പാക്കും. ഇനി അടുത്തത് ഉചിതമായത് ചേർത്തെഴുതുക. ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ പഠിക്കണ്ടെന്നാണ് PS പറയുന്നതെന്ന് തോന്നുന്നു. എല്ലാ LDC എക്സാമിനും ഈ ഒരു ആർട്സിന്റെ ഈ ഒരു സെക്ഷൻ നല്ല ടഫായിരുന്നു, ആർക്കും കിട്ടാത്ത രീതിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം അന്യരനുഭവിച്ചിടുകെന്നേ വരൂ. ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്തീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷം. ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാതിരിക്കുന്നതും നല്ലതിന്. ഇതൊക്കെ നമുക്ക് കുറെ കേട്ട് പരിചയമുള്ള വാക്കുകൾ അല്ലെ. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം അന്യരനുഭവിച്ചിടുകെന്നേ വരും. ഇത് മൂന്നാമത്തെ KR ടോണിയാണിത് എഴുതിയത്. അപ്പൊ ടോണി ഇത് എഴുതി. ഇതൊക്കെ നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന കാര്യങ്ങളാണ്, ഇവരൊക്കെ അത് എഴുതി വെച്ചേക്കുന്നു. ഇനി അടുത്തത്, ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. ഇത് PP രാമചന്ദ്രന. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്തീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട. വീട്ടുകാരൊക്കെ പണ്ടേ പറയുന്ന മഴക്കാലത്ത് പുറത്തിറങ്ങരുത്, രോഗം വരും. അപ്പോ ഇത് അൻവർ അലിയാണ് എഴുതിയത്. സന്തോഷമായ ഗോപിയേട്ട, സന്തോഷമായി. നമ്മുടെ സിനിമയിലെ ഡയലോഗ് പോലെ അല്ലെ. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ആരാണ്? OP സുരേഷ്. ഒന്നാമത് അറിയത്തില്ല, ഇനി കറകി കൂത്താന്ന് വിചാരിച്ചാൽ ഇപ്പുറത്ത് 5 പേരുണ്ട്. എന്തായാലും ആരും എഴുതരുത്, ആർക്കെങ്കിലും അറിയാമെങ്കിലും എഴുതരുത് എന്നുള്ള അർത്ഥത്തിൽ ഇട്ടതാന്ന് തോന്നുന്നു. ഇനി ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണ്. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. അഭിനവ കേരളം മുഖപത്രം ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. അഭിനവ കേരളം അറിയാത്തവർ കാണത്തില്ലല്ലോ, ആത്മവിദ്യാ സംഘം. അപ്പോ ആത്മവിദ്യാ സംഘം എന്ന് പറയുമ്പോൾ നമ്മുടെ വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ്. മലബാറിലെ നാരായണ ഗുരു എന്ന് അറിയപ്പെടും. ഊരാളുങ്കൽ ഐക്യനാരായണ സംഘം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ A ആണ് ശരി. 1 ഉം 3 ആണ്. 1 ഉം 3. ചെസ് കളിയുമായി ആത്മവിദ്യാ സംഘം എന്തായാലും ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലല്ലോ, വാഗ്ഭടാനന്ദനല്ലേ. അപ്പൊ 2 കാണുന്നതെല്ലാം വെട്ടിക്കളഞ്ഞാൽ തന്നെ ഉത്തരത്തിലെത്താം. വേറെ പ്രത്യേകിച്ച് ടഫായിട്ടൊന്നുമില്ല. ചെസ് കളിയുമായി ബന്ധപ്പെട്ട ശരിയായ പദങ്ങൾ ഏതൊക്കെ? ഇതിനകത്ത് ഈ സ്റ്റെയിൽമേറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി പേർക്ക് അറിയാവുന്നതാണ് സ്റ്റെയിൽമേറ്റ്. അതുപോലെ തന്നെ കാസ്ലിംഗും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അവ 2ഉം 4ഉം ശരിയാണ്. കാളിദാരിക യുദ്ധം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2023 ചോദിച്ചതാണ്. കാളിദാരിക യുദ്ധം മുടിയേറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഗദ്ദിക, തപ്പ്. പടയണിക്ക് തപ്പ് എന്ന വാദ്യോപകരണം ഓർക്കണം. ഗദ്ദിക എന്ന് പറയുന്ന വയനാട്ടില് അരങ്ങേറുന്ന ഒരു ഗോത്ര കളിയാണെന്ന് ഓർക്കുക. കാലത്തിനനുസരിച്ച് കാലക്രമം അനുസരിച്ച് എഴുതുക. ഇപ്പൊ പശ്ചിമോദയവും രാജസമാചാരവും ഹെർമൻ ഗുണ്ടർട്ട് ഇറക്കിയ പത്രമാണ്. കേരളത്തിലെ ആദ്യ പത്രമാണ് രാജസമാചാരം, 2ാമത്തെ പത്രമാണ് പശ്ചിമോദയം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയണം എന്നില്ല. അപ്പൊ ഇത് 2ഉം എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ ഇതിനകത്ത് 2ിനകത്തുനിന്ന് നല്ല കൺഫ്യൂഷൻ വരും. പ്രോപ്പർ ആയിട്ട് എഴുതാൻ ഇച്ചിരി പാട് തന്നെയാണ്. പിന്നെ പശ്ചിമധാരകൊക്കെ അന്നേരം ഓർക്കുന്ന ഒരാൾക്ക് എഴുതാം. ആൻസർ ഓപ്ഷൻ C ആണ്. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതി ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ സ്നേഹപൂർവ്വം പദ്ധതിയൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു എക്സാം എടുത്താലും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമം സംരക്ഷണം ആണോ? അല്ല. കിടപ്പ് രോഗികളല്ല, പ്രമേഹമല്ല. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരുമോ. അപ്പൊ ഇവരെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ ജീവിച്ചിരിക്കുകയാണെങ്കിലും കുട്ടിയെ സാമ്പത്തികമായി സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 1ാം ക്ലാസ് വരെ ഡിഗ്രി വരെ പഠിപ്പിച്ചെടുക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം.
ചേരുംപടി ചേർക്കുക. കേരളശ്രീ, കേരളപ്രഭ, കേരള ജ്യോതി, പത്മശ്രീ. ഇത് എല്ലാം ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സമയം നന്നായിട്ട് പോകും പറഞ്ഞു വരുമ്പോൾ. സ്പീഡിൽ ചുമ്മാ ആൻസർ പറഞ്ഞു പോവുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോവാം. പക്ഷെ ക്വസ്റ്റ്യൻ വായിക്കാതെ ചുമ്മാടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറയും. കേരളശ്രീയൊക്കെ എല്ലാവരും പഠിച്ചു വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കും കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കേരളശ്രീ എന്ന് പറയുമ്പോൾ വൈക്കം വിജയലക്ഷ്മി കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. കേരളശ്രീ, കേരളപ്രഭ, പത്മശ്രീ ഒക്കെ എല്ലാവരും പഠിച്ചു വെച്ചേക്കുവാണ്. നമുക്കറിയാം പത്മ പുരസ്കാരന്റെ മാതൃകയിൽ കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി, പിന്നെ കേരളപ്രഭ, പിന്നെ കേരളശ്രീ. അപ്പൊ MGക്ക് കിട്ടി കേരളപ്രഭ ജ്യോതി, പിന്നെ ആർക്ക് കിട്ടി? അതുപോലെ തന്നെ ഈ പത്മനാഭന് കിട്ടി അല്ലെ. അപ്പൊ അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ പത്മശ്രീയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാ? പത്മവിഭൂഷണാണ്. അത് കഴിഞ്ഞ് പത്മഭൂഷണാണ്, പിന്നാണ് പത്മശ്രീ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് കേരളപ്രഭ. കേരളപ്രഭ പുരസ്കാരം ഓംചേരി NN പിള്ളയ്ക്ക് കിട്ടി. കേരള ജ്യോതി കിട്ടിയത്, കേരള ജ്യോതി ആർക്ക് ലഭിച്ചു? കേരള ജ്യോതി ലഭിച്ചത് ഒന്ന് MT ആണ്, മറ്റൊരാള് T പത്മനാഭനാണ്. MG ഉള്ളത് കൊണ്ട് MG എഴുതുന്നു. ഇനി പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ രാമന് കിട്ടിയില്ലേ? എല്ലാവർക്കും അറിയാം ചെറുവയൽ രാമൻ. അപ്പൊ ഉത്തരം ഓപ്ഷൻ B ആണ്. ഓക്കെ. പത്മ അവാർഡ്സ് ഒക്കെ എല്ലാവരും പഠിച്ചു വെച്ചേക്കുവാണ്. 2024 ലേറ്റസ്റ്റിലെ പത്മവിഭൂഷൺ എത്ര പേർക്ക് കിട്ടി? 5 പേർക്ക്. വൈ ജയന്തി മാലി ബാല, പിന്നെ ചിരഞ്ജീവി, പത്മ നമ്മുടെ ഭരതനാട്യം കലാകാരി പത്മ സുബ്രഹ്മണ്യം, പിന്നെ വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി, അങ്ങനെ പിന്നെ ബിന്ദേശ്വർ പതക് അല്ലെ. ബിന്ദേശ്വർ പതക് എന്ന് പറയുമ്പോൾ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായി. ഇനി മലയാളികളെ ഓർക്കണം. മലയാളികൾ ടോട്ടല് 8 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 2 പേര് പത്മഭൂഷൺ ആണ് കിട്ടിയത്. അത് നമ്മുടെ ഫാത്തിമ ബീവിയും O രാജഗോപാലുമാണ്. പത്മശ്രീ കിട്ടിയത് 6 പേരുണ്ട്. അപ്പോ ചെറുവയൽ രാമൻ നേരത്തെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോ എന്താണ് ഒരുപാട് 6 പേരുണ്ട്. പകരാവൂർ ചിത്ര നമ്പൂതിരിപ്പാട്, ഇങ്ങനെ 6 പേര്. നമ്മൾ പത്മ അവാർഡ്സിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്, നോക്കുക. ഓൾറെഡി എടുത്തിട്ടുണ്ട്, കണ്ടാൽ മതി. കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഔട്ട്പുട്ട് ഉപകരണം പ്രിന്റർ ഔട്ട്പുട്ട് ആണ്, സ്പീക്കർ ഔട്ട്പുട്ട് ആണ് അല്ലെ, പ്ലോട്ടർ ഔട്ട്പുട്ട് ആണ്. അപ്പൊ സ്പീക്കർ ഔട്ട്പുട്ട് ആണ്. ഇനി നമ്മളിങ്ങനെ നോക്കണം ഏതായിരിക്കും നല്ല ഹെഡ്ഫോൺ. നമ്മളിങ്ങനെ ഹെഡ്ഫോൺ ചെവി വെച്ചു, പുറത്തോട്ടല്ലേ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ. സൗണ്ട് കാർഡ്, പുറത്തോട്ടല്ലേ സൗണ്ട് വരുന്നത്. മൈക്രോഫോൺ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് പറയണം. അപ്പൊ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണ്. PDF പോർട്ടബിൾ ഡോക്യുമെന്റ് ആണ്, ഫോമാറ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ C ആണ് PDF. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം. IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? സൈബർ കുറ്റകൃത്യമാണ്. താഴെ തന്നിട്ടുള്ള വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതാണ്? വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും ചോദിക്കുമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോ വെബ് ബ്രൗസറിന് എക്സാമ്പിൾ ആണ് സഫാരി, ആപ്പിളിന്റെ സഫാരി. വെബ് ബ്രൗസ് ചെയ്യുന്നതാണ് ഗൂഗിൾ ക്രോം, ഓപ്പേറ, മിനി ബ്രൗസേഴ്സ് ആണ്. സെർച്ച് എഞ്ചിൻസ് ഏതൊക്കെയാണ്? ഗൂഗിള് സെർച്ച് എഞ്ചിൻ ആണ്, ആസ്ക് സെർച്ച് എഞ്ചിൻ ആണ്, യാഹൂ സെർച്ച് എഞ്ചിൻ ആണ്, ഡെക്ക് ഗോ സെർച്ച് എഞ്ചിൻ ആണ്. ഇനി ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ജെമിനി ആണ്. പുതിയ AI സംവിധാനം. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? നഗ്നചിത്രങ്ങൾ എടുത്തു പ്രചരിപ്പിച്ചു, വോയൂറിസം. എല്ലാവർക്കും കിട്ടണം എന്നില്ല, വോയൂറിസം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി പുതിയ രീതിയിൽ മാറ്റി. പണ്ട് 1 കോടി, ഇപ്പൊ 50 ലക്ഷമാണ് ജില്ലാ കമ്മീഷന്റേത്. അല്ല, ഇപ്പോഴും പഴയതാണ് ഉത്തരം തന്നേക്കുന്നത്. അതുകൊണ്ട് ഉത്തരം 1 കോടി രൂപ. മിക്കവാറും ഒന്നെങ്കിൽ ഫൈനൽ കീയിൽ ചേഞ്ച് വരും, അല്ലെങ്കിൽ ഇത് എലിമിനേറ്റ് ചെയ്യും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷൻ, നിലവിൽ അധ്യക്ഷൻ ഒരു താൽക്കാലികമായിട്ട് ആളായതുകൊണ്ട് ഇല്ല. പിന്നെ ആൻസർ അരുൺകുമാർ മിശ്രയാണ്. തന്നിരിക്കുന്നവയിൽ അധ്യക്ഷൻ ഓക്കെയാണ്. സ്ഥിര അധ്യക്ഷൻ മാറി, അരുൺകുമാർ മിശ്ര മാറി. ഇനി ഇതാരെങ്കിലും ഫൈനൽ കീയില് മാറ്റണം എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് കൊടുത്താൽ ഇത് മാറ്റും. വെറുതെ നിങ്ങളുടെ മാർക്ക് പോയിരിക്കും. 90% ആളുകൾ ഇത് എഴുതി ഉത്തരം കിട്ടിയവരായിരിക്കും. ചിലപ്പോ ആരെങ്കിലും ഒക്കെ കഷ്ടകാലത്തിന് റിക്വസ്റ്റ് കൊടുക്കും, ഫൈനൽ കീയിൽ മാറിപ്പോകും, മാർക്ക് എലിമിനേറ്റ് ആക്കും.
പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 6 മാസം മുതൽ 5 വർഷം വരെ തടവ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാ? 5 അംഗങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നത്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കാണ്. കുട്ടികൾക്കെല്ലാം സംരക്ഷണമാണ് അല്ലെ? പെൺകുട്ടികൾക്ക് എന്നല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സംരക്ഷണമാണ്. ഇനി 18 വയസ്സിന് താഴെ പറയാൻ വരുന്ന ആൺകുട്ടികൾക്കും ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1ഉം 2ഉം ശരിയാണ്. താഴെ പറയുന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ആൻസർ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ലഭിക്കും. ഇനി ബാങ്ക് നിക്ഷേപങ്ങൾ വേറൊരാളുടെ ഒന്നും കിട്ടത്തില്ല, മുകളിൽ പറഞ്ഞതും അല്ല. കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവയും കിട്ടത്തില്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി നമ്മൾ ഡയറക്റ്റ് മലയാളത്തിന്റെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ശരിയായ പദം എഴുതുക. ഉദ്ഘാടനമാണ് ശരി. ഭാഗികം വിപരീത പദം സമഗ്രമാണ്. ഭാഗികം സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു ആണ്. ആൻസർ എന്താണ്? പിപാസു. നീഹാരം പര്യായ പദം എന്താണ്? നീഹാരം, പ്രാലേയം, തുഹിനം ഇതൊക്കെ മഞ്ഞ. ഇനി ധീരൻ, ധീര സ്ത്രീലിംഗം പുല്ലിംഗം ശരി ഏത് എന്നാണ്? ഏകാഗി, ഏകാഗ്നി, പക്ഷി, പക്ഷിണി, തമ്പി, തങ്കച്ചി. പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണ്. ആൻസർ ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ ശരിയാണ്. ഓക്കെ, അടുത്തത് കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്താണ്? നമ്മള് തെരഞ്ഞെടുപ്പിലാണ് കൂടുതലും അല്ലെ? പ്രചരണ വേള 48 മണിക്കൂർ മുമ്പ് അവസാനിപ്പിക്കണം. ഇത് കലാശക്കൊട്ട് നമുക്ക് കാണാം. അവസാനത്തെ പ്രവൃത്തിയാണ്. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ എന്താണ്? പ്രൊസീഡിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ നടപടിക്രമമാണ്. വാക്ക് പ്ലസ് മയം എന്ന് വെച്ചാൽ വാങ്മയമാണ്. വാങ്മയമാണ്. ഓക്കെയാണ്. ഇനി അടുത്തത് അവൻ പിരിച്ചെഴുതുക. ആഗമസന്ധിയാണ്. ആ പ്ലസ് അന്നാണ്. ഇവളാണെങ്കിൽ ഈ പ്ലസ് ഇള്ളാണ്. അപ്പോ ആ പ്ലസ് അൻ അവൻ. അപ്പോ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെയാണ്, ഓപ്ഷൻ ഡി. അടുത്തതിലേക്ക് പോകുന്നു. പൂജക ബഹുവചനം മാരാറ്, വൈദ്യർ, ആചാര്യൻ, ആചാര്യർ, പിന്നെ തിരുവടികൾ, താങ്കൾ, നിങ്ങൾ, ഇതൊക്കെ പൂജക ബഹുവചനമാണ്. ഇനി വൈദ്യർ, മാരാറ് ഇങ്ങനെ വരുന്ന ബഹുമാനം തുളുമ്പുന്ന വാക്കുകളെല്ലാം തന്നെ എന്താണ്? പൂജക ബഹുവചനമാണ്. അപ്പൊ നമ്മൾ മലയാളം കഴിഞ്ഞു. ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം. മലയാളം എല്ലാം പറഞ്ഞല്ലോ. ഇനി ഇംഗ്ലീഷ്. ഉദ്ഘാടനം ഒന്നും ആർക്കും ഡൗട്ട് കാണത്തില്ല. ഇംഗ്ലീഷില് ഐഡന്റിഫൈ ദ സെന്റൻസ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഷീ ആൻഡ് ഹെർ ബ്രദർ, രണ്ടുപേരുണ്ട്. സിംഗുലർ. ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ദി ജിം എവറി ഈവനിങ്. ഇത് കറക്റ്റ് ആണ് എഴുതേണ്ടത്. ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വരുമ്പോൾ പ്ലൂറൽ വരണമായിരുന്നു. ദ കാർ പാർക്ക്ഡ് ഇൻ ദ ഡ്രൈവ് വേ. കാർ സിംഗുലർ വരണമായിരുന്നു. മൈ കളക്ഷൻ ഓഫ് ബുക്സ്, കുറെ ബുക്സ് ഉണ്ട്, അപ്പൊ പ്ലൂറൽ വരണമായിരുന്നു. ഷീ ഓപ്പൺഡ് ദി ഡോർ ആൻഡ് എക്സ്ക്ലൈംഡ് വാട്ട് എ സർപ്രൈസ്. അപ്പൊ ഷീ ഓപ്പൺഡ് ദി ഡോർ ആൻഡ് എക്സ്ക്ലൈംഡ്, എല്ലാത്തിനകത്തും അതാണ്. ഇനി ഇപ്പുറത്തോട്ട് നോക്കാം. വാട്ട് എ സർപ്രൈസ് എന്ന് തന്നെ വന്നു. ഇനി വാട്ട് എ സർപ്രൈസ്, വാട്ട് എ സർപ്രൈസ്, എല്ലാം എല്ലാം ശരിയാണ്. പക്ഷെ ഇതിനകത്ത് ഈ സിമ്പിൾ മാറുന്നു. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഈ ഒരു സൈൻ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് നോക്കുക. ഇവിടെ കണ്ടോ കോളൻ വന്നു, ഇവിടെ കണ്ടോ ഹൈഫൺ വന്നു, ഇവിടെ ഒന്നും വന്നില്ല, ഇവിടെ ഒരു കോമ വന്നു, ഇവിടെ ഡബിൾ അങ്ങ് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എന്താണ് ശരി? കുറച്ചൊരു കൺഫ്യൂസിങ് രീതിയിലായിരുന്നു. പെട്ടെന്ന് ഒരാൾക്ക് ഒന്ന് ഞെട്ടും ഇത് എന്തായിരിക്കണം എന്ന്. അപ്പൊ ഓപ്ഷൻ എ ആണ്. ഷീ ഓപ്പൺഡ് ദി ഡോർ ആൻഡ് എക്സ്ക്ലൈംഡ്, കോമ ഇട്ടു, ഡബിൾ ഇൻവേർട്ട് കോമയില് വാട്ട് എ സർപ്രൈസ് എന്നിട്ട് എക്സ്ക്ലമേഷൻ മാർക്കും ഇട്ടു. സെലക്ട് ദി സെന്റൻസ് ദാറ്റ് യൂസസ് ദി കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു ബി ഇൻ ദി പാസ്റ്റ് ടെൻസ്.
We were all very tired after long hike yesterday. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദി കറക്റ്റ് യൂസ് ഓഫ് മോഡൽ. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഇംഗ്ലീഷ്. വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് ഓഫ് റെയിൻ. GK ഇച്ചിരി ഈസി ആയിരുന്നു, മലയാളം നല്ല ഈസി ആയിരുന്നു. അപ്പോ ഇംഗ്ലീഷ് നല്ല ബുദ്ധിമുട്ടാക്കി. ഐഡന്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. The teacher said the exam will be held the next week. നെക്സ്റ്റ് വീക്ക് എന്താകണം? ഫോളോയിങ് വീക്ക് ആകണം. അപ്പൊ തന്നെ രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്യാം. ഇനി ടീച്ചർ ടോൾഡ് ദാറ്റ് ഓർ ടീച്ചർ മെൻഷൻഡ് ദാറ്റ്, ഇതിനകത്ത് ഏത് വരണം? ആൻസർ ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ഓക്കെ, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ആൻസർ ഇവിടെ ബി ആണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആൻസർ ബി ആണ്. ടീച്ചർ സെഡ് ദാറ്റ് എക്സാം വുഡ് ബി, ദ എക്സാം വില്ലായിരുന്നു, വില്ല് വുഡ് ആകണം. ഓക്കെ, അത് മാത്രമാണ് നോക്കിക്കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ടെൻസിൽ ചേഞ്ച് ഉണ്ട്. വില്ല് എന്താകണം? വുഡ് ആകണം. അപ്പൊ വുഡ് വന്ന ഒരെണ്ണമേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. മറ്റേത് പ്രീവിയസ്, യെസ്റ്റർഡേ എന്നൊക്കെ പറയുമ്പോൾ പ്രീവിയസ് ഡേ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഫോളോവിങ് ഡേന്നോ നെക്സ്റ്റ് ഡേന്നോ എഴുതാം. അപ്പോൾ ഈ വില്ല് വുഡ് ആയെന്ന് നോക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടുന്നുണ്ട്. ഇനി വെച്ച് ഫോളോവിങ് വേർഡ്സ് ഇസ് സിനോണിം ഓഫ് അബൻഡന്റ്. ധാരാളം എന്നൊരർത്ഥമാണ്. പ്ലെന്റിഫുൾ, ഇനഫ്. വാട്ട് ഈസ് ദ ആന്റണിം ഓഫ് ദ മിസർലി? മിസർലി ആന്റണിം ജനറസ്. ഓപ്പോസിറ്റ് harmonious. Harmonious, discordant. Select the word that is most similar in meaning of ephemeral. Ephemeral മുൻവർഷ ചോദ്യമാണ്. ടെമ്പററി, താൽക്കാലികം. Craze the flowers. One word for the expression craze for flowers. ഇതാണ് ഫ്ലോറിമാനിയ. ഫ്ലവറിന് ഭയങ്കര താല്പര്യം, ഫ്ലോറിമാനിയ. അപ്പൊ നമ്മൾ ഇനി മാത്സ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. 10 മാത്സ് ചോദ്യങ്ങൾ. ആദ്യ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ 6ന്റെ സ്ക്വയർ 36 ആണ്, 2 കൂട്ടിയേക്കുന്നു. 15ന്റെ സ്ക്വയർ 121, 2 കൂട്ടിയേക്കുന്നു. 15ന്റെ സ്ക്വയർ 225, 2 കൂട്ടിയേക്കുന്നു. 9ന്റെ സ്ക്വയർ 81, 2 കൂട്ടി 83 വരണമായിരുന്നു. തെറ്റ്. 168 72 by 9 into 3. അപ്പൊ ആദ്യം ബ്രാക്കറ്റ് ചെയ്തു. 9 8 72, 8 3 24. 168 24 കൂടെ കൂട്ടി, അപ്പൊ നമുക്ക് 192 എന്ന് കിട്ടി. ഇനി അംശം അവിടെ നിൽക്കട്ടെ. ഛേദത്തിലേക്ക് വന്നു. 4, ഈ 4 12 കൂട്ടി 16 by 4. അപ്പൊ വെട്ടി 4. 4 ഗുണം 2 ആണ് 8. ഇനി 2 16, 32 4 32. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി ഇവിടെ മീഡിയൻ കാണാൻ പറഞ്ഞാൽ ഇതിനെല്ലാം ആരോഹണ ക്രമത്തിൽ എഴുതണം. ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം വരുന്നത് 6 10, രണ്ടാമത് വരുന്നതും 6 10, മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ 6 15 വരുന്നു, പിന്നെ 6 18 വരുന്നു. ഈ 6 6 കോമൺ ആയിട്ട് നിങ്ങൾ എഴുതണം എന്ന് പോലും ഇല്ല. സമയം ലാഭിക്കാനായി പെട്ടെന്ന് തന്നെ ചെയ്തു പോകാം. 20 20 വരുന്നു, 21 വരുന്നു, പിന്നെ 25, ഇങ്ങനെ 8 എണ്ണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നടുക്ക് വരുന്ന സാധനങ്ങൾ ഇത് രണ്ടുമാണ്. നടുക്ക് ഒരെണ്ണവേ ഉള്ളായിരുന്നെങ്കിൽ ഇതാണ് മീഡിയൻ. നടുക്ക് 2 എണ്ണം വന്നാൽ മീഡിയൻ എന്ന് പറയുന്നത് 2നെയും കൂടെ കൂട്ടുക. അപ്പൊ 8 3 12, 2 കൊണ്ട് ഹരിക്കുക, കൂട്ടുക 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഉത്തരം 6.19 ആണ്. അടുത്ത ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നു, ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? അപ്പോ ഈ ചോദ്യവും കുറച്ചു പേർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്ന ചോദ്യമാണ്. ഇവിടെ W കഴിഞ്ഞ് 13 അക്ഷരം കഴിയുമ്പോഴാണ് J കിട്ടുന്നത്. H കഴിഞ്ഞ് 13, I കഴിഞ്ഞ് 13, എല്ലാം 13 കഴിഞ്ഞാണ്. അപ്പൊ B കഴിഞ്ഞ് 13 കഴിയുമ്പോൾ എന്ത് കിട്ടും? L കഴിയുമ്പോൾ 13 കഴിയുമ്പോൾ എന്ത് കിട്ടും? C കഴിഞ്ഞ് 13 എണ്ണം കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ആൻസർ ഇത് കിട്ടും. 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യ. 50 വരെ 25 ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യയുടെ തുക n × n+1 ആണ്. 25 ഗുണം 26 ആണ്. അതിന്റെ ഉത്തരം 650. അടുത്ത ചോദ്യം, ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധമെന്ത്? 75ന്റെ ഉത്തരം ബി ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇരട്ട സംഖ്യകളുടെ തുക 75, പ്രൊഫഷണൽ ആൻസറിൽ ബി ആണ് കൊടുത്തേക്കുന്നത്. എന്തായാലും n × n+1 ആണ് ഇക്വേഷൻ. 25 എണ്ണമാണ് 1നും 50നും ഇടയിൽ വരുന്നത്. 25 ഗുണം 26, 6 5 30, I2 10,
10ഉം 12 5 തന്നെ വരും. ഓക്കെ, 650 വരുന്നത്. ചിലപ്പോൾ ഫൈനൽ ആൻസർ കീഴിൽ ചേഞ്ച് വരുമായിരിക്കും. ഓക്കെ, ഇതാണ് ഉത്തരം. n × n + 1 ആണല്ലോ ഇരട്ട സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ. n സ്ക്വയർ ആണ് ഒറ്റ സംഖ്യയുടെ തുകയുടെ ഇക്വേഷൻ. n × n + 1/2 ആണ്. n × n + 1/2 ആണ് എണ്ണൽ സംഖ്യ. n സ്ക്വയർ ഒറ്റ സംഖ്യ. തുകയുടെ ഒക്കെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇത് എണ്ണൽ സംഖ്യ. അപ്പൊ ചുറ്റളവ് ഇതില് നീളം വീതി തുല്യം. ആൻസർ നീളം വീതി തുല്യം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 3 8 15 24. 5 3 8 8 7 15 15 പിന്നെ 9 അടുത്ത 11. അപ്പൊ 5 35. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 125. അപ്പൊ ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചാല് ഇതൊന്ന് കാണിക്കാം. 125 എന്ന് വെച്ചാൽ 5ന്റെ ക്യൂബാണ്. 5ന്റെ ക്യൂബ്. ഇതിനൊന്നും ഉത്തരവില്ല. 2/3. ഓക്കെ, PSC കൊടുത്ത ഉത്തരം 1 എന്നാണ്. പക്ഷെ ഉത്തരവില്ല, എലിമിനേറ്റ് ആകും. ഫൈനൽ കീ കഴിയുമ്പോഴായിരിക്കും എലിമിനേറ്റ് ആകുന്നത്. 2/3. ഇനി 4ന്റെ സ്ക്വയർ 1/2. ഇവിടെ 25ന്റെ സ്ക്വയർ ആണ്. 25ന്റെ സ്ക്വയർ ആണ് കേട്ടോ. അപ്പൊ ഉത്തരം ഉണ്ട്. 25ന്റെ സ്ക്വയർ ആണ്. അപ്പൊ /2. ഇത് തമ്മിൽ വെട്ടി, ഇത് തമ്മിൽ വെട്ടി, ഇത് തമ്മിൽ വെട്ടി, ഇത് തമ്മിൽ വെട്ടി. 5 25. ഇവിടെ വരുന്നത് ഈ 2 4. ഇവിടെ 4. ഇവിടെ 25. ഇത് വെട്ടി, ഇത് വെട്ടി. ആൻസർ ശരിയാണ് 1. ഞാൻ മുമ്പേ 5ന്റെ സ്ക്വയർ നിന്ന് 25 മാത്രം എടുത്ത് അങ്ങനെ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ ശരിയാണ് 1. അനന്തുവിനെ ചൂണ്ടി അമൃത. അവന്റെ അച്ഛൻ എന്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനും. എങ്കിൽ അനന്തുവും അമൃതയും തമ്മിലുള്ള ബന്ധമെന്ത്? അപ്പൊ അവനൊരു അച്ഛനുണ്ട്. ഇത് എനിക്കൊരു മുത്തശ്ശി വരണമെങ്കിൽ ഇവിടുന്ന് പോകണം. അച്ഛനും അമ്മയും അവരുടെ ആണല്ലോ മുത്തശ്ശി. ഈ മുത്തശ്ശിയുടെ ഒരേ മകനാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അച്ഛനാണ്. അപ്പൊ ഞാനും അവനും സഹോദരൻ. മുഹമ്മദ് അൻസിലുണ്ട്, സാനിയ മൻസിലുണ്ട്, റൂർക്കേല. ഇത്രയാണ് അഡ്രസ്. ഇത് ഇതിനു മുമ്പും PS ചോദിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. മേൽവിലാസം തുല്യമായത് ഏതെന്ന് ചോദിക്കും. ഈ ചോദ്യം ഒരു വട്ടം കണ്ടിട്ടുള്ളവരിനെ ഒരിക്കലും തെറ്റിക്കത്തില്ല. ഇതുപോലെ ഇരിക്കുന്ന ഒരെണ്ണം നമ്മൾ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെ നോക്കി അങ്ങ് എഴുതിയാൽ മതി. മുഹമ്മദ് അൻസിൽ. കണ്ടോ, സ്പെല്ലിംഗ് നോക്കുമ്പോ ഇവിടെ മുഹമ്മദ് അൻസിൽ ശരിയാണ്. ഇവിടെ MOയ്ക്ക് പകരം യു അല്ലേ വേണ്ടത്? ഇത് എലിമിനേറ്റ് ചെയ്തു. സാനിയ മൻസിൽ Z അല്ലേ വേണ്ടത്? S ആണ്. അപ്പൊ A എലിമിനേറ്റ് ചെയ്തു. റൂർക്കേലയില് ഇവിടെ O ആണ്. Aക്ക് പകരം O. അത് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ആൻസർ C ആണ്. കണ്ടോ, ഇത്ര ഈസി ഒരു ക്വസ്റ്റ്യൻ ഇനി ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ ഇതിനു മുമ്പും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പിടികിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ. 100 ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ ഇത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ GK എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമാണ് പറഞ്ഞേക്കുന്നത്. ഫൈനൽ കീയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏതൊരു LDC എക്സാം കഴിയുമ്പോഴും അപ്രതീക്ഷിതമായ ഒരു 7-8 ക്വസ്റ്റ്യൻസ് ഇപ്പൊ എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ചിലത് എലിമിനേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, ചിലത് ഒട്ടും എലിമിനേറ്റ് ചെയ്യേണ്ടാത്ത ക്വസ്റ്റ്യൻസുമാണ്. അപ്പൊ എന്തായാലും ഫൈനൽ കീ കഴിയുമ്പോൾ ഏതാണ് എലിമിനേറ്റ് ചെയ്തത് എന്ന് ഞാൻ വന്നൊന്ന് പറയും. ഓക്കെ ആണല്ലോ.